എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നമ്മളിപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാട്ടാണ്. അപ്പോൾ ഇവിടെ മെയിൻ ലൈനിൽ കൊണ്ടൊരു ഗുഡ്സ് ട്രെയിൻ കിടക്കണുണ്ട. സാധാരണ ഈ ഗുഡ്സ് ട്രെയിൻ ഇത് പ്ലാറ്റ്ഫോം നമ്പർ 3 കൊണ്ടിടാറുള്ളൂ. പക്ഷേ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല, മെയിൻ ലൈനിൽ കൊണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും തിരിച്ച് എറണാകുളം ഭാഗത്തോട്ട് ചിലപ്പോൾ പോവുമായിരിക്കും, അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി 8 മിനിറ്റോ 10 മിനിറ്റോ എന്തോ ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി കാരണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എറണാകുളം വരെ 10 രൂപയേ ഉള്ളൂ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ഈ വണ്ടിയിൽ കയറാനുണ്ട്. അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവും, സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 വണ്ടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കയറാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇത്തിരി ഡിമാൻഡുള്ള ട്രെയിൻ. അത് മാത്രമല്ല, ഇത് എൻഡ് ടു എൻഡ് ഒക്കെ നല്ല തിരക്കോട് ഓടുന്ന വണ്ടിയാണ്. സീറ്റ് കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും നിന്ന് പോകേണ്ടി വരും മിക്കതും. കാരണം ഇനി സീറ്റ് കിട്ടണമെങ്കിൽ വല്ല ഏറ്റവും ബാക്കിൽ പോകേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇതിന് എല്ലായിടത്തും 1 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ എല്ലാ പാസഞ്ചർ ട്രെയിനും അങ്ങനെയാണ്, എല്ലാ സ്റ്റേഷനിലും നിർത്തും, പക്ഷേ ഇതിന് 1 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി എറണാകുളം ഭാഗത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വണ്ടി 4 മണിക്ക് എത്തുമെന്ന് തോന്നണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡിവൈൻ നഗർ. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് നിർത്തിയിട്ട് അപ്പോൾ തന്നെ വണ്ടി എടുക്കും കേട്ടോ. ഇത് പെട്ടെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് എന്തായാലും ഒരു 4:30 ഇത് എറണാകുളം ജംഗ്ഷനിൽ എത്തേണ്ടത്. പക്ഷേ ഇതൊരു 4 മണി 4:15 റേഞ്ചിൽ ഇത് എറണാകുളം ജംഗ്ഷനിൽ കയറും. അപ്പോൾ നമുക്ക് നോക്കാം ലേറ്റ് ആവുമോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 1 മിനിറ്റിന് ശേഷം ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊരട്ടി റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഈ വണ്ടി 4 മണിക്ക് എത്തുമെന്ന് അറിയില്ല. പോക്കൊക്കെ കണ്ടിട്ട് 4 മണിക്ക് മുന്നേ എത്തുമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞില്ലേ, ഈ വണ്ടി വേണമെങ്കിൽ ഒരു 1 മണിക്കൂറിന് 3:45 വേണമെങ്കിൽ എറണാകുളത്ത് എത്തിക്കാം. പക്ഷേ ഇത് പാസഞ്ചറല്ലേ, അതിനനുസരിച്ച് ഓടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയിലെ കുറേ നാളായിട്ട് റീഷെഡ്യൂൾ ആവുന്നുണ്ട് കേട്ടോ. ഇത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1:30 പുറപ്പെടേണ്ടത്. പക്ഷേ ഇടയ്ക്ക് ഈ വണ്ടി ട്രാക്കിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് 2:40 ഇത് എവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അത് ട്രാക്ക് മെയിൻ്റനൻസ് ആകുമ്പോൾ ഇത്രയും ഡിലേ ആവുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ബാക്കി വണ്ടികൾക്ക് അങ്ങനെ റീഷെഡ്യൂൾ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഗുരുവായൂർ ആ ട്രാക്കിൻ്റെ അവിടെ ആയിരിക്കും. ഗുരുവായൂരിലോട്ട് ലൈൻ തിരിയണ അവിടെ ഇല്ലേ, അവിടെ ആയിരിക്കും മെയിൻ്റനൻസ് ഉള്ളത്. അതായിരിക്കാം ഇത്രയും റീഷെഡ്യൂൾ ആവണം. അപ്പോൾ റീഷെഡ്യൂൾ ആയിക്കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ അത് ലേറ്റായിട്ട് പിന്നെ ഇതിനൊരു വില ഉണ്ടാവില്ല ഈ ട്രെയിനിന്. കാരണം ലേറ്റായിട്ട് ഓടുന്ന വണ്ടിയില്ലേ, അപ്പോൾ അതിനനുസരിച്ച് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ റീഷെഡ്യൂൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ പണിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പായ കൊരട്ടി അങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊരട്ടി. അപ്പോൾ ഇവിടുത്തെ പ്ലാറ്റ്ഫോം കണ്ട, ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഒരു മതിലൊക്കെ പണിത് വെച്ചേക്കണം. ഒരു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലത്തെ ഇങ്ങനെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ വണ്ടിയെ 1 മിനിറ്റ് നിർത്തുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു 45 സെക്കൻഡ് അത്രയും എന്തോ നിർത്തുന്നുള്ളൂ എന്ന് തോന്നണം. കാരണം ആൾക്കാർ കയറി ഉടനെ തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ വണ്ടി കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കറുകുറ്റി കേട്ടോ. കറുകുറ്റി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഓണത്തിൻ്റെ ടൈമിൽ
കുറേ സ്പെഷ്യൽ ട്രെയിനുകൾ ഇറക്കുന്നുണ്ട്. എത്രയോ ഞാൻ ന്യൂസിൽ കണ്ടപ്പോൾ 90 സ്പെഷ്യൽ ട്രെയിനാണ് അങ്ങനെ എന്തോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ ഇന്ന് ഈ ഇടയ്ക്ക് 3 സ്പെഷ്യൽ ട്രെയിനും കൂടി വന്നായിരുന്നു. അതേതാന്ന് പറഞ്ഞാൽ മംഗലാപുരം തിരുവനന്തപുരം നോർത്ത്, പിന്നെ ഏതാ സൂറത്ത് തിരുവനന്തപുരം നോർത്ത്, പിന്നെ ഏതാ ചെന്നൈ മംഗലാപുരം, അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ ട്രെയിനും കൂടി, അങ്ങനെ 3 സ്പെഷ്യൽ ട്രെയിനും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും തിരക്കാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റെയിൽവേ ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം ഈ ഓണത്തിൻ്റെ ടൈം മാത്രമല്ല, പല സമയത്തും ബാംഗ്ലൂരിൽ നിന്ന് വരാൻ വേണ്ടി എന്താ പറയുക, ബാംഗ്ലൂരിൽ നിന്ന് ഈ കേരളത്തിലോട്ട് വരാൻ ട്രെയിനുകളുണ്ടെങ്കിലും സീറ്റില്ല. മനസ്സിലായി, ആളുകൾ ബാംഗ്ലൂർ മുതൽ ഈ കേരളം ഈ എൻഡ് ടു എൻഡ് വരെ ജനറൽ കോച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ വരെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ ഒന്നല്ലെങ്കിൽ പുതിയ ട്രെയിനുകൾ പുതിയ ട്രെയിനുകൾ ഈ ഭാഗത്ത് ഓടിക്കുക. അല്ലാതെ ഈ ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം പുതിയ ട്രെയിൻ ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു മര്യാദകേടാണ് കേട്ടോ റെയിൽവേ. ഇതുപോലെ കാണിക്കരുത് ദയവേത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഈ വണ്ടി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഏറനാട് എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്ത് പോകുമെന്ന് നമുക്ക് നോക്കാം. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഈ വണ്ടി കയറുമ്പോൾ ഇതിനെ ഇടപ്പള്ളി പിടിച്ചിട്ടിട്ട് ഏറനാടിനെ കയറ്റി വിടുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തായിരിക്കാവോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ 56317 56318. അപ്പോൾ ഈ പാസഞ്ചർ ട്രെയിനിന് 5 വെച്ചും പിന്നെ മെമു ട്രെയിനിന് 6 വെച്ചുമാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 6:10 രാവിലെ 6:10 പുറപ്പെട്ട് 8:45 ഇത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത് എത്തിച്ചേരുന്നു. പിന്നെ ആ റേക്ക് വെച്ചിട്ട് ഇവർ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ട് ഇവർ തൃശ്ശൂരിലോട്ട് ഓടിക്കും. പിന്നെ ഇത് തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലോട്ട് പോയിട്ട് പിന്നെ 1:30 ഗുരുവായൂരിൽ നിന്ന് 1:30 പുറപ്പെട്ട് എറണാകുളത്ത് ഒരു 4:25 ആ ടൈമിൽ ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് റൈഡ് ഷെയറിങ് കൂടിയുള്ള വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇതേ ഈ ഒരു സെറ്റ് ഓഫ് റൈക്കിനെ പല സർവീസായിട്ട് ഓടിക്കുന്നു. അതാണ് റൈഡ് ഷെയറിങ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എങ്ങനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കട്ടെ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഏറനാട് എക്സ്പ്രസ് ഇല്ലേ, അത് കറുകുറ്റിയിലെത്തിയിട്ടാണ്. അപ്പോൾ ഇനി കറുകുറ്റിയാണോ കൊരട്ടിയാണോ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടി പിടിച്ചിടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് പിടിച്ചിടാൻ സാധ്യത കുറവാണ്. കാരണം ഈ വണ്ടി ഇവിടെ സ്റ്റേഷനിലെത്തി അപ്പം തന്നെ 1 മിനിറ്റിന് ശേഷം അപ്പം തന്നെ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഏറനാട് എക്സ്പ്രസ്സിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ അതിൽ കയറാൻ ഒരു ദിവസം കയറണം. പക്ഷേ ഇപ്പോൾ കയറാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വരുന്ന തിരുവനന്തപുരം ഭാഗത്തോട്ട് വന്ന എറണാടിൽ കയറിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്ര തിരക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനി ഒരു 4-5 സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ എറണാകുളം എത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിക്ക് ഇതിന് 4 റേക്ക് എന്തോ ഉണ്ടെന്ന് തോന്നും കേട്ടോ. 4 5 എനിക്കറിയില്ല. അപ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് ഗുരുവായൂരോട്ട് പോകുന്നു. ഗുരുവായൂരിൽ നിന്ന് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിലോട്ട് വരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ, പിന്നെ ഗുരുവായൂരിൽ നിന്ന് എറണാകുളം. പിന്നെ ഇതേ റേക്ക് വെച്ച് തന്നെ എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് പോകുന്നു. പിന്നെ അതിന് ശേഷം ഇത് പിറ്റേ ദിവസം കായംകുളം എറണാകുളം പാസഞ്ചറായിട്ട് തിരിച്ചു വരുന്നു. പിന്നെ വൈകിട്ട് 7:40 ഇത് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറായിട്ട് ഇത് നേരെ ഗുരുവായൂർ പോകുന്നു. പിന്നെ അടുത്ത ദിവസം 6:50 ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറായിട്ട് ഇത് നേരെ എറണാകുളം വരുന്നു. നമ്മളതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചാനലിൽ കിടക്കുന്നുണ്ട്, സമയം കിട്ടുമ്പോൾ കാണുക. പിന്നെ ആ റേക്ക് വെച്ച് തന്നെ ഇവർ എറണാകുളം ആലപ്പുഴ പാസഞ്ചറായിട്ട് പോകുന്നു. പിന്നെ തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരുന്നു. പിന്നെ പിറ്റേ ദിവസം ഇത് നേരെ ഗുരുവായൂർ പോകുന്നു.
ഇങ്ങനെയായിരുന്നു റൈഡ് ഷെയറിങ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ എറണാകുളം കൊല്ലം പാസഞ്ചറായിട്ട് ഈ റേക്ക് വെച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റൈഡ് ഷെയറിങ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ ഞാനെന്തോ എറണാകുളം കായംകുളം എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ നിങ്ങളോടത് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഒരു ഗുഡ്സ് പോകണുണ്ട്, ഗുഡ്സ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കട്ടെ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ വണ്ടി മറ്റേ ഏറനാട് എക്സ്പ്രസ് എവിടെ എത്തിയെന്നാവും, എവിടെയാണ്, അങ്കമാലി എത്തിയെന്നാണ്. അതിന് ആലുവയിലെന്തോ ഇനി സ്റ്റോപ്പുള്ളൂ, ചാലക്കുടി കഴിഞ്ഞ് ആലുവ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ, ഈ നമ്മുടെ ഈ പാസഞ്ചർ ട്രെയിനിനൊക്കെ ഇല്ലേ 1 മണിക്കൂറൊക്കെയാണ് ചാലക്കുടിയിൽ നിന്ന് എവിടെ എറണാകുളമൊക്കെ എത്താൻ. പക്ഷെ ബാക്കിയുള്ള സൂപ്പർ ഫാസ്റ്റിനൊക്കെ മിനിമം 1.5 മണിക്കൂറും 1.25 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താ അത്രയും ടൈം കൊടുത്തേക്കണേന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇതാ കാണുന്ന വണ്ടി നമ്മുടെ എറണാകുളം പാലക്കാട് മെമു ആട്ടോ. അപ്പോൾ ഈ സാധാരണ ഈ 2 റേക്ക് വെച്ചാണ് ഓടാറുള്ളത്. പക്ഷേ അതിന് ഒറ്റ റേക്ക് വെച്ചിട്ടാണ് ഇവർ എറണാകുളം പാലക്കാട് സർവീസ് നടത്തുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, കാരണം ഭയങ്കര തിരക്കുള്ള മെമു ആണ്. അപ്പോൾ അതിന് 2 റേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പായ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ ഏറനാട് എക്സ്പ്രസ്സിനെ എനിക്ക് തോന്നുന്നു ഇതിനെ പിടിച്ചിട്ടിട്ട് അതിനെ കയറ്റി വിടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് അറിയോ, ഞാൻ നേരത്തെ ഇതിൽ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി ഏകദേശം ആലുവ അവിടെ എത്താറായി. ആലുവ അല്ലല്ല, കളമശ്ശേരി എടപ്പള്ളി അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അറിയില്ല, നമുക്ക് നോക്കാം എന്താ ഇനി നടക്കാൻ പോണേന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച ഏറനാട് എക്സ്പ്രസ്സിനെ കയറ്റി വിടുമെന്ന്. പക്ഷേ അത് എടപ്പള്ളി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടീനെ പെട്ടെന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇനി ഒരു സ്റ്റേഷനും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഈ റേക്ക് വെച്ചിട്ട് ഇവർ എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് ഓടിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടീനെ ഇവിടെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടു കേട്ടോ. എനിക്ക് തോന്നണ് ഈ വൈകിട്ടുള്ള 4 മണിയുടെ എറണാകുളം ആലപ്പുഴ പാസഞ്ചർ ഉണ്ടല്ലോ, അത് 4 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ പ്ലാറ്റ്ഫോം അവൈലബിലിറ്റി വേണമല്ലോ, ഇതിനൊക്കെ എവിടെയെങ്കിലും കയറ്റിയിട്ടുണ്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോട്ട്. അപ്പോൾ അത് പോയിട്ട് ഇതിനെ കയറ്റിയിടാനായിരിക്കാം സ്റ്റേഷൻ മാസ്റ്റർ ഇതിനെ പിടിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 5 നമ്മുടെ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി ഒന്നല്ലെങ്കിൽ എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് അല്ലെങ്കിൽ എറണാകുളം കൊല്ലം പാസഞ്ചറായിട്ട് ഇത് യാത്ര പുറപ്പെടും. 6:15 6:25 ഈ 2 ടൈമാണ് കേട്ടോ. ഇത് 6:15 നമ്മുടെ എറണാകുളം കൊല്ലം പാസഞ്ചർ കോട്ടയം വഴി, 6:25 എറണാകുളം കായംകുളം പാസഞ്ചർ ആലപ്പുഴ വഴി. അപ്പോൾ ഇതിൽ ഏതാണെന്നൊന്നും അറിയില്ല. ഇടയ്ക്കൊക്കെ ഇവർ ഇങ്ങനെ മാറ്റിയൊക്കെ റേക്ക് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്നൊന്നും അറിയില്ല. അപ്പോൾ 2 റേക്ക് കിടക്കണം. ഒരെണ്ണം പാട്ന സൂപ്പർ ഫാസ്റ്റിൻ്റെയും മറ്റേത് ബാംഗ്ലൂർ പോകുന്ന എറണാകുളം SMVT ബാംഗ്ലൂരിൻ്റെയും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.